ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലേവർ ടൈം. ചണ മസാല അല്ലെങ്കിൽ ചൊള മസാല ബട്ടൂര നല്ലൊരു കോംബോ മീലാണ്. അത് വളരെ സ്വാദിഷ്ടമാണ്. നോർത്ത് ഇന്ത്യ ആയിട്ടായാലും എല്ലാവരും സ്വീകാര്യമായ ഒരു വിഭവമാണ്. അതിനുവേണ്ടി നമ്മളത് രാത്രി മുഴുവൻ കുതിർത്ത വെള്ളക്കടല വെള്ളമൊഴിച്ച് കുക്കറിൽ വേവിക്കുകയാണ് കേട്ടോ. കുക്കറിൽ വേവിച്ചാൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വേവുകയും ചെയ്യും. ഒരു 8 മണിക്കൂർ കുതിർത്ത ചണ നല്ല പോഷകസമൃദ്ധമാണ്. അതിന് വേണ്ടി നമ്മൾ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചു. ചണ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ഒരു 4 വിസിലുകൊണ്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഓയിൽ വെച്ചതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, ഗ്രീൻ ചില്ലി, വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് നമ്മൾ ബ്രൗൺ ആക്കുകയാണ് ചെയ്യുന്നത്. അതിൽ വേണ്ട മസാല നമുക്ക് റെഡിമെയ്ഡ് മസാല നമുക്ക് ചോളം മസാല വാങ്ങാൻ കിട്ടും. അതും നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ മല്ലി, മുളക്, മഞ്ഞൾ, ജീരപ്പൊടി ഇതെല്ലാം ഇട്ട് നമ്മൾ ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ഇട്ട് വയ്ക്കുക. 1/2 സ്പൂൺ വീതമാണ് നമ്മളെല്ലാ മസാലയും എടുത്തിരിക്കുന്നത്. ചോളം മസാല ഉണ്ടെങ്കിൽ നിങ്ങൾ 1.5 സ്പൂൺ എടുക്കണം. അതില്ലെങ്കിൽ മറ്റുള്ള മസാലകളെല്ലാം കൂടുതൽ എടുക്കണം. ഗരം മസാല വേണ്ട, ജീര പൗഡർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ ചോള മസാല ഉള്ളതുകൊണ്ട് ചോള മസാല നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ അല്പം ആംചൂർ പൗഡർ എല്ലാം അടങ്ങിയിട്ടുണ്ട്, ബ്ലാക്ക് സാൾട്ട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അല്പം മസാലകൾ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ്. അതിന് നമ്മൾ ബ്രൗണായി കഴിഞ്ഞിരിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ബ്രൗണായി ഇരുന്നപ്പോൾ നമ്മൾ അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇടാം. അല്ലെങ്കിൽ നമ്മുടെ മസാല എടുത്ത് വെച്ച മസാല ഇട്ടിട്ട് ഒരു 3 തക്കാളി, ഏകദേശം 3 തക്കാളി ചെറുതായിട്ട് നുറുക്കി നന്നായിട്ട് കുക്ക് ചെയ്യാനിടുക കേട്ടോ. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് ചെയ്യുന്നത്, ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് പഠിക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മസാല കുക്കാവാൻ വേണ്ടി അപ്പോൾ തന്നെ വെള്ളം ഒഴിക്കരുത്. നമ്മൾ ടൊമാറ്റോ നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ മസാല നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മസാല അടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ സോൾട്ട് ഇടാം. അപ്പോൾ ഇന്ത്യൻ മസാല എങ്ങനെ അടിക്കണം എന്നുള്ള ഒരു പരിശീലനം കൂടിയാണ് കേട്ടോ. ഏകദേശം ഒരു സിമിലറാണ് ഇതുപോലെ മസാല അടിക്കുന്ന രീതിയൊക്കെ കേട്ടോ. അതിൽ നമ്മൾ ആ മസാലയുടെ ചോള മസാലയുടെ ഒരു പ്രത്യേകത മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന കടല അല്ലെങ്കിൽ ചോള നന്നായിട്ട് വെന്തുണ്ട്, സോഫ്റ്റായിട്ടുണ്ട്. ഇത് നമ്മൾ റെഡിയായ മസാല, ചോള മസാല അല്ലെങ്കിൽ ചണ മസാലയിൽ ഇടാവുന്ന കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നൊരു ഏകദേശം 1 ലാഡിലോളം, ഒരു 100 ഗ്രാമത്തോളം എടുത്തിട്ട് നമ്മൾ പേസ്റ്റ് അടിച്ച് ഇതിൽ വീണ്ടും ചേർത്തുണ്ടെങ്കിൽ നല്ല കട്ടിയായി കിട്ടും കേട്ടോ. നമ്മുടെ ചോള മസാല റെഡിയായി. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. നല്ലൊരു ടേസ്റ്റിയാണ്. ചപ്പാത്തി കൂട്ടി കഴിക്കാനും അല്ലെങ്കിൽ ബട്ടൂരയ്ക്ക് പകരമായിട്ട് നമുക്ക് നാന്, ബ്രെഡ് എല്ലാം കൂടി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു ചോള മസാല അല്ലെങ്കിൽ ചണ മസാല, കടല മസാല റെഡിയാണ് കേട്ടോ. എൻജോയ് ദ ലൈഫ്. ഇനി നമുക്ക് ഇതിനോട് നല്ലൊരു കോംബോ ആണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ടൂരിയാണ്. ബട്ടൂര നിങ്ങൾക്ക് പൂരിയും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. ബട്ടൂരയ്ക്ക് വേണ്ടി നമ്മൾ ഇതോടൊപ്പം തന്നെ കുഴച്ച് വെച്ചിരിക്കുന്നത്. ബട്ടൂരയ്ക്ക് നമ്മൾ അല്പം ഫ്ലോറ്, ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയുടെ കൂടെ നമ്മൾ കുറച്ച് ആട്ടയും കൂടി ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചണ മസാലയ്ക്ക് നമ്മൾ ഒന്ന് വറുത്തിട്ടു. മസാല എത്രയാണോ കുറവ് നമ്മൾ അല്പം ഓയിലിൽ ചോള മസാലയും അല്പം ചില്ലി പൗഡർ, ജീര പൗഡറൊക്കെ വറുത്തിട്ട് അതോടൊപ്പം തന്നെ മല്ലിയിലയും വറുത്തിട്ടു. അപ്പോൾ നല്ല ടേസ്റ്റായി, നല്ല ഫ്ലേവറായി. ആവശ്യത്തിനുള്ള മസാല നമ്മൾ വറുക്കുമ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരമായി. നമ്മൾ സ്ലൈസ് ടൊമാറ്റോ ഇട്ട് ഗാർണിഷ് ചെയ്തു. ഇനി അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു രുചികരമായ മാറ്റുള്ള ഏവരുടെയും പ്രിയപ്പെട്ട ബട്ടൂരി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ 150 ഗ്രാം മൈദയും 50 ഗ്രാം ആട്ടയും എടുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ തൂക്കിയാണ് എടുത്തിരിക്കുന്നത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഐറ്റങ്ങളും നമ്മൾ തൂക്കിയാണ് എടുക്കുന്നത്. നമ്മൾ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും, വീർത്ത് കിട്ടും. അതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ പാല്, ഷുഗർ 1 സ്പൂൺ, ഉപ്പ്, വെള്ളം 1 ടേബിൾ സ്പൂൺ, ഓയിൽ ഇതെല്ലാം ഒഴിച്ചു. അതായത് നമ്മുടെ ഡോ എത്രയാണോ എടുക്കേണ്ടത് അതിൻ്റെ 60% ലിക്വിഡ് ഐറ്റങ്ങൾ നമുക്ക് വന്നിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഒഴിച്ചു. വെള്ളം നമ്മൾ 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഡോ നന്നായിട്ട് നീഡ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ കവർ ചെയ്ത് വയ്ക്കുക. ഏത് ഡോയും നന്നായിട്ട് കുഴച്ച് നമ്മൾ ആ ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡോ ആയാലും നല്ല സോഫ്റ്റായി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഡോ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊന്ന് അമർത്തി നോക്കുന്ന ഒരു രീതിയും കൂടിയുണ്ട്.
എന്നിരുന്നാലും നമ്മളൊരു നീഡ് ചെയ്യുന്ന നല്ല രീതിയിൽ നമ്മൾ നീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇതുപോലെ ബോൾ പിടിച്ച് നമ്മൾ അല്പം കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം 360 ഗ്രാമാണ് നമ്മുടെ ഡോ മൊത്തം ഉണ്ടായിരുന്നത് കേട്ടോ. അതിൽ നിന്ന് നമ്മൾ 70 ഗ്രാമുള്ള ഡോയകളാക്കിയിട്ട് പീസുകളാക്കിയിട്ട് തിരിക്കും. ഭട്ടൂര പൊതുവേ 100 110 ഗ്രാമിലൊക്കെയാണ് ഉണ്ടാക്കാൻ. നമ്മളിവിടെ ചെറിയ പീസുകളായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ ഓയിലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ 70 ഗ്രാം വരുന്ന ബോളുകൾ പിടിച്ച് അത് റോൾ ചെയ്ത് നമ്മൾ വറുക്കുകയാണ് കേട്ടോ. ഭട്ടൂരയും പൂരിയും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം തന്നെ ആട്ടയും മൈദയും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ പൂരിക്കാണെങ്കിൽ ആട്ട മാത്രം ഉപയോഗിക്കുള്ളൂ, അല്പം സൂചി അല്ലെങ്കിൽ റവ ഉപയോഗിക്കുക. അപ്പോൾ ഈ നമ്മൾ ചെയ്ത കോമ്പിനേഷൻ നന്നായിട്ട് നമ്മുടെ ഭട്ടൂര വീർത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ റോൾ ചെയ്ത് ചെറിയ വട്ടത്തിൽ പൂരിയുടെ വട്ടത്തിലിട്ട് ഇരിക്കുകയാണ്. ആവശ്യത്തിന് ഏകദേശം 160 170 ഡിഗ്രി ചൂടുള്ള ഓയിലിൽ നമ്മൾ പൂരി വറുക്കുന്ന പോലെ തന്നെ ഭട്ടൂര വറുത്തെടുക്കുന്നു കേട്ടോ. നല്ല ഓയിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആവണ്ട കേട്ടോ. അതിന് മുന്നേ ഒരു വെളുത്ത കളറോട് കൂടി തന്നെയാണ് നമ്മുടെ ഭട്ടൂര വറുത്തെടുക്കേണ്ടത്. പ്രത്യേകിച്ച് എന്താണെങ്കിൽ ഓവർ ചൂട് വല്ലാതെ കുറവുണ്ടാവരുത്. നമ്മൾ നിത്യപരിശീലനം കൊണ്ട് നമുക്ക് അറിയാവുന്നതാണ് ഇത്ര ചൂടിൽ നമുക്ക് വറുത്തെടുക്കാവുന്നത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവം വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റിയതാണ്. വളരെ ഈസിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കി പഠിപ്പിക്കുന്നത് കേട്ടോ. ഷെഫീൽഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അങ്കമാലിയിലാണ് കേട്ടോ. അപ്പോൾ പൂരി നന്നായിട്ട് വീർത്തുണ്ട്. പൂരിയല്ല ഭട്ടൂര. അതുകൊണ്ട് പൂരിയുടെ വട്ടത്തിലുള്ള നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം 200 ഗ്രാം ഫ്ലോറിൽ നിന്ന് നമുക്ക് 6 ഭട്ടൂര കിട്ടും കേട്ടോ, 70 ഗ്രാം തൂക്കത്തിൽ. അപ്പോൾ ഇതുപോലുള്ള ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നന്ദിയുണ്ട്. ഇപ്പോൾ ഭട്ടൂരും റെഡിയായി. ചണ മസാല തന്നെയാണ് ഭട്ടൂരിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ. നമുക്ക് വെജിറ്റബിൾ കുറുമ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അത് നല്ലൊരു കോംബോ ആണ്. നോർത്ത് ഇന്ത്യൻ വിഭവമായ മറ്റൊരു അടിപൊളി ഐറ്റമാണ് ഭട്ടൂര. അപ്പോൾ ഭട്ടൂര ചണ മസാല ഉണ്ടാക്കി കഴിക്കുക, എൻജോയ് ചെയ്യുക. എൻജോയ് ദ ലൈഫ്. താങ്ക് യു. സച്ച് ഇസ് ഫ്ലവർ ടെൽ. ബൈ.